തൽക്ഷണം കൊന്നുകളയും. ഈ ഒരു ഭാഗത്തിൽ നിന്ന് തന്നെ ആ കാലത്തെ നായന്മാരുടെ സാമൂഹിക പദ്ധതി എന്തായിരുന്നുവെന്ന് നമുക്ക് മനസ്സിലാക്കാം. നായന്മാരുടെ ഉത്ഭവത്തെ പറ്റിയൊക്കെ ഒട്ടനവധി കഥകൾ കാണാമെങ്കിൽ പോലും ചരിത്ര എഴുത്തുകളായി നിലനിൽക്കുന്ന ഇത്തരം സഞ്ചാരികളുടെ വിശദീകരണങ്ങളിലൂടെ നൂറ്റാണ്ടുകൾക്ക് മുന്നേ നായന്മാർ ആരായിരുന്നു എന്നതും അവർ എങ്ങനെ ജീവിച്ചു എന്നതും അവരുടെ ജോലി, അവരുടെ സാമ്പത്തിക അവസ്ഥ തുടങ്ങി എല്ലാം തന്നെ നമുക്ക് കൃത്യമായി കണ്ടെത്താൻ കഴിയും. നായന്മാരെ പറ്റി പറയുന്ന ഒരു വിശേഷണം എന്നത് പഴയകാല കേരള മണ്ണിലെ ഭരണവഴികളുടെ കണ്ണും കൈയും കൽപ്പനയും നായന്മാരായിരുന്നു എന്ന നിലയാണ്. ആ കാല വ്യവസ്ഥിതി ആലോചിച്ച് നോക്കുമ്പോൾ അത് ശരിയാണെന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. ആ കാല കേരളവും ആ കേരളത്തിന്റെ പ്രദേശങ്ങളിലെ പല ദേശങ്ങളും ഭരണമേഖലകൾ സൃഷ്ടിക്കപ്പെട്ടപ്പോഴും ആ ഭരണകൂടത്തിന്റെ നിലനിൽപ്പും നാട്ടിലെ ക്രമസമാധാന പാലനവും ഒക്കെ നോക്കി നടത്തിയിരുന്നത് ആ നാട്ടിലെ നായർ യോദ്ധാക്കളായിരുന്നു. കാണക്കാർ എന്ന മേൽനോട്ട പദവി വഴി കൃഷിഭൂമിയുടെ പ്രത്യക്ഷത്തിലുള്ള കൈകാര്യവും അവർക്ക് ലഭിച്ചിരുന്നു. ചുരുക്കിയാൽ ദേശത്തെ രാജാവിനെയും ആ ദേശത്തിനെയും എല്ലാവിധ സൗകര്യങ്ങളോടും കൂടി നിലനിർത്തുകയും ആ സുഖ സൗകര്യങ്ങളെ സ്വയം അനുഭവിക്കാൻ കൂടി വഴിയും സൃഷ്ടിക്കപ്പെട്ട കേരളത്തിന്റെ പ്രഭുവർഗം തന്നെയാണ് നായന്മാർ എന്ന വിഭാഗം. പൊതുവെ എല്ലാ ചരിത്രകാരന്മാരും ഇത്തരമൊരു ആശയത്തോട് യോജിക്കുന്നുണ്ട്. ഇതിനെ നമ്പൂതിരി വിഭാഗവുമായി കൂടി നമുക്ക് താരതമ്യപ്പെടുത്താനാകും. കേരളത്തിന്റെ പഴയകാല സാമൂഹിക വ്യവസ്ഥിതിയിൽ ജനസംഖ്യയിൽ ഏറ്റവും കുറവുള്ള നമ്പൂതിരിമാർ ഏറ്റവും ഉയർന്ന വിഭാഗമായി ഭരണമേഖലകൾ അടക്കം അംഗീകരിക്കുകയും ഇവരുടെ സമ്പ്രദായങ്ങളെയും ആശയങ്ങളെയും ഭയഭക്തി ബഹുമാനത്തോടെ ഈ നാട്ടിലെ ജനതയ്ക്ക് കേൾക്കേണ്ടതായും വന്നു. Hello? Right? What is it? You wanted to go, you can be to me now. You wanted to go now. We go, we can go, get bored. Huh? You wanted to go, you can't be with me. You can take me. Hello? Huh? Saying on head. Hello? What's not with them? How many looking at it? Don't have much. Now you are not, became like before seeing them. Hello? Don't have much food in the morning and evening, okay? Only afternoon have food lunch, then morning only roti 100 roti, okay? Huh? Huh? What happened? Huh? Study for okay. നായർ വിഭാഗവുമായി ഏത് വിദേശീയരും ഇടപെട്ടിട്ടുണ്ടാകും എന്നത് ഉറപ്പുള്ള കാര്യമാണ്. അതുകൊണ്ട് തന്നെ എഴുത്തുകൾക്ക് നേർസാക്ഷ്യത്തിന്റെ അടയാളങ്ങൾ കൂടി പതിപ്പിക്കേണ്ടി വരും. പോർച്ചുഗീസുകാരെ പോലെ തന്നെ ഫ്രഞ്ച് ചരിത്രത്തിന്റെ ഭാഗമായ നാവിക സഞ്ചാരിയായ ഫ്രാങ്കോ പിറാറിന്റെ 1606 എഴുത്തുകളിൽ നായന്മാരെല്ലാം പ്രഭുക്കന്മാരാണെന്നും ആയുധവിദ്യയല്ലാത്ത തൊഴിലുകൾ അവർ ചെയ്യില്ലെന്നും അവർ ഏത് സമയവും ആയുധം അണിഞ്ഞാണ് നടക്കുന്നത് എന്നും പറഞ്ഞിട്ടുണ്ട്. 1500 കാലഘട്ടത്തിൽ കേരളത്തിൽ ഉണ്ടായിരുന്ന ഇറ്റാലിയൻ സഞ്ചാരിയായിരുന്ന വാസ്കോമയും അവരുടെ കുലീന പദവിയെയും രാഷ്ട്രീയത്തെയും ശൗര്യത്തെയും ഒക്കെ പറഞ്ഞു വരുന്നുണ്ട്. അദ്ദേഹത്തിന്റെ നായർ വിശേഷണം ഇങ്ങനെയാണ്. പദവിയിൽ രണ്ടാമന്മാരായ നായിനി അഥവാ നായന്മാർ നമ്മുടെ നാട്ടിലെ കുലീന വർഗങ്ങൾക്ക് തുല്യമായ കുലീനതയുള്ള വർഗമാണ്. അവർ ആയുധം ധരിക്കാൻ ബാധ്യതപ്പെട്ടവരുമാണ്. വഴിയിലൂടെ സഞ്ചരിക്കുമ്പോൾ വാളും പരിചയും കുന്തവും ഒന്നും കൈവശമില്ലെങ്കിൽ അത് അവർക്കൊരു അയോഗ്യതയായിത്തീരുന്നു. വാസ്തവ പറഞ്ഞു വെക്കുന്നു. ഇനി 1859 മുതൽ 1864 വരെ കൊച്ചി മേഖലകളിൽ താമസിച്ചിരുന്ന ഡോക്ടർ ഫ്രാൻസിസെ താഴെയുള്ളവരോട് അത്രമേൽ രാഷ്ട്രീയത്തോടെ പെരുമാറുന്ന ഗർഭിഷ്ഠരാണവർ എന്നും
നായന്മാരെ വിശേഷിപ്പിച്ചിട്ടുള്ളത്. ഇതിലൂടെ സ്ഥലങ്ങളിൽ ഇവിടെ എത്തി വിദേശ സഞ്ചാരികളും നായന്മാരുടെ പദവിയെ പറ്റി പറയുന്ന വേളയിൽ ആ പദവി കാലങ്ങൾ മാറിയിട്ടും ഈ മണ്ണിൽ നിലനിന്നിട്ടുണ്ട് എന്ന രീതിയിലാണ് നമുക്ക് മനസ്സിലാവുക. ഇത്തരമൊരു നിരീക്ഷണം ഉള്ളപ്പോൾ തന്നെ നായർ വിഭാഗത്തിലെ എല്ലാവരും സമ്പന്ന കുടുംബങ്ങളിൽ ജീവിച്ചിട്ടുണ്ടോ എന്നത് ഒരു ചോദ്യമാണ്. അല്ലെങ്കിൽ യോദ്ധാക്കൾ എന്ന് പറയുന്ന വിഭാഗത്തിന് എവിടെ നിന്നാണ് പണം ലഭിച്ചിരുന്നത് എന്നത് ഒരു ചോദ്യമാണ്. നായന്മാർക്ക് താഴെയുള്ള മനുഷ്യരെ താരതമ്യം ചെയ്യുമ്പോൾ നായർ വിഭാഗം സ്വർഗതുല്യമായി ജീവിതം നയിച്ചു എന്ന് പറയാവുന്നത് തന്നെയാണ്. ആ കാലത്തെ കർഷകർ എന്നത് പൊതുവെ പുലയരാണ്. അവർക്ക് പാടത്തിന് നടുവിലോ അരികിലോ താൽക്കാലിക കൂരകൾ നിർമ്മിക്കാം എന്നതല്ലാതെ നല്ല വീടുകൾ വയ്ക്കാനൊന്നും ആ കാലത്ത് അനുവാദം ഇല്ലായിരുന്നു എന്നത് ആ കാല ജാതി ശ്രേണിയുടെ വേർതിരിവുകൾ എടുത്തു കാട്ടുന്ന ഒരു മേഖലയാണ്. അത്രമേൽ ദുരിതം താഴ്ന്നവർക്ക് സൃഷ്ടിക്കപ്പെട്ടപ്പോൾ നായന്മാരുടെ വീടുകൾ ആ കാലത്ത് തെങ്ങോല കൊണ്ടും തെങ്ങിന്റെ തടി കൊണ്ടും സൃഷ്ടിക്കപ്പെട്ടതാണെന്ന് പറയുന്നില്ല. പൊതുവെ ദരിദ്രമായ ചെറു വീടുകൾ എന്ന രീതിയിലാണ് മിക്ക വിദേശ എഴുത്തുകാരും അതിനെ സൂചിപ്പിക്കുന്നത്. അതായത് കേരളത്തിലെ ഭരണമേഖലകളിൽ നിലകൊണ്ടിരുന്നതും ജനസംഖ്യയിൽ ശക്തിയുള്ളവരും സമൂഹത്തിൽ പ്രബലരുമായിരുന്ന നായന്മാർ താഴ്ന്ന ജാതികളുടെ കൂരകളേക്കാൾ മെച്ചപ്പെട്ടതെങ്കിലും വലിയ കുടിലുകളിൽ തന്നെയാണ് ജീവിച്ചിരുന്നത് എന്ന് ചരിത്രം പറയുന്നു. 1875 കൊച്ചി സെൻസസ് അനുസരിച്ച് ആ മേഖലയിലെ ആകെ വീടുകൾ 1,00,000-ലധികം എന്നിരിക്കെ 1500ഓളം വീടുകൾ മാത്രമായിരുന്നു ബോർഡ് നീഞ്ഞവയായി ഉണ്ടായിരുന്നത്. നമ്പൂതിരി ഇല്ലങ്ങളും ക്ഷത്രിയ കോവിലകങ്ങളും പട്ടർ ബ്രാഹ്മണ ഗ്രഹങ്ങളും ഉണ്ടെന്നിരിക്കെ എത്ര നായർ തറവാടുകൾ ധനാഢ്യതയിൽ ഉണ്ടായിരുന്നു എന്നത് വളരെ ചുരുക്കമായിരുന്നു എന്ന് ഉറപ്പിക്കാം. സ്വാഭാവികമായും വലിയൊരു ശതമാനം നായന്മാരും പ്രൗഢി ഉണ്ടെങ്കിലും ദരിദ്രമായ ജീവിതം തന്നെ നയിച്ചു എന്ന് കൂടി പറയാം. മറ്റു വിഭാഗങ്ങളെ താരതമ്യം ചെയ്തുകൊണ്ടല്ല ഈ നിരീക്ഷണം, പകരം നായർ സമുദായത്തിലെ തന്നെ നിരീക്ഷണം എന്ന നിലയിൽ വേണം നോക്കിക്കാണാൻ. അപ്രകാരം എല്ലാ അനുകൂല സാഹചര്യങ്ങൾ ഉണ്ടായിട്ടും, പ്രത്യേകിച്ച് ആയുധ ബലം പോലും ഉണ്ടായിട്ടും എല്ലാ നായന്മാരും എന്തുകൊണ്ട് ഉയർന്ന രീതിയിൽ ജീവിച്ചില്ല എന്ന ചോദ്യം ഉയർന്നു വരുന്നത്. അതിന് കാരണം ആയുധധാരികളായി നടക്കുന്ന നായന്മാർ കൈത്തൊഴിലുകളും കച്ചവടവും വർദ്ധിച്ചിരുന്നു എന്നതാണ്. ആ കാലഘട്ടത്തിൽ ഇത്തരം തൊഴിലുകൾ പരീക്ഷിക്കുന്നത് ജാതി മഹിമയിൽ വലിയ അധപതനമായാണ് നായന്മാർ നോക്കിക്കടന്നത്. പാണക്കാരെന്ന നിലയിൽ കൈവശമുണ്ടായിരുന്ന ഭൂമി നേരിട്ട് കൃഷി ചെയ്യുന്ന പതിവും നായന്മാർക്ക് ഉണ്ടായിരുന്നില്ല. പകരം ഇടനിലക്കാരെന്ന നിലയിൽ ലഭിക്കുന്ന നെല്ലായിരുന്നു നായർ തറവാടിന്റെ വരുമാനം എന്ന ചരിത്രത്തിൽ കാണാം. സ്വാഭാവികമായും കൃഷി ഇല്ലാതിരിക്കുകയും അല്ലെങ്കിൽ കൃഷിഭൂമി പരിമിതമായിരിക്കുകയും ഒക്കെ ചെയ്യുന്ന നായർ തറവാടുകൾക്കും ജീവിത രീതി ദരിദ്രമായിരിക്കുമെന്ന് നമുക്ക് മനസ്സിലാക്കാം. നേരെ തിരിച്ച് വലിയ കൃഷി മേഖലകളുടെയൊക്കെ മേൽനോട്ടമുള്ളവർക്ക് സുഖ ജീവിതവും ലഭിച്ചിരിക്കും. പാവപ്പെട്ട നായന്മാരുടെ ജീവിത രീതിയെ പറ്റിയും ബർബോസ എഴുതുന്നതാണ്. താഴ്ന്ന ജാതികളുമായി ബന്ധപ്പെടുത്തുമ്പോൾ ഇതൊക്കെ ആഡംബരമാണെന്ന് കൂടി ഉറപ്പുണ്ട്.